ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ഒരു അമ്പലത്തെപ്പറ്റിയാണ്. മുമ്പത്തെ ദിവസങ്ങളിൽ ഞാനിട്ടിരിക്കുന്നതായ 5 വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതും കൂടി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക എന്ന് ഞാൻ പറയുന്നു. ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുകയും ഒക്കെ ചെയ്യുക. ഇന്നിവിടെ പറയാൻ പോകുന്ന അമ്പലത്തിൻ്റെ പേരാണ് തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ നിന്ന് അധിക ദൂരമില്ലാതെ ഉള്ള ഒരു അമ്പലം. ഈ അമ്പലത്തിൻ്റെ പേരാണ് ശ്രീ ലക്ഷ്മി വരാഹ മൂർത്തി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് ഒരു 300 മീറ്ററിനകത്ത് മാത്രമേ ദൂരം സഞ്ചരിച്ചാൽ ഈ പുരാതനമായ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഇന്ത്യയിലൊട്ടാകെ അർജുനനാൽ നിർമ്മിക്കപ്പെട്ട 101 ക്ഷേത്രങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രക്കുളവുമുണ്ട്. ഈ ക്ഷേത്രത്തിന് 3 നടകൾ ആണുള്ളത്. കിഴക്കേ നട, പടിഞ്ഞാറേ നട, വടക്കേ നട എന്നിവ. ഇവിടെ ഭഗവാൻ ലക്ഷ്മീദേവി സമേതനായിട്ടാണ് പടിഞ്ഞാറ് ദർശനമായിട്ട് കുടികൊള്ളുന്നു. ലക്ഷ്മീദേവി ഭഗവാന്റെ ഇടതുഭാഗത്താണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാണ്ഡവന്മാർ അവരുടെ അജ്ഞാതവാസകാലത്ത് 1 വർഷക്കാലം ഈ വരാഹമൂർത്തിയെയാണ് ആരാധിച്ചിരുന്നത്. ഈ ക്ഷേത്രത്തിൽ കാണുന്ന കുളം അർജുനൻ അമ്പെയ്ത് ഉണ്ടാക്കിയതാണെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയുടെ പുറമേ നമ്മൾ കാണുന്നത് അഗ്രഹാരങ്ങളാണ്. ഈ വരാഹമൂർത്തിയെപ്പറ്റി പറയപ്പെടുന്നത് എന്തെന്നാൽ ഇദ്ദേഹം ഒരു ഭക്തന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കില്ല എന്നതാണ്. പരമശിവൻ ആണെങ്കിൽ ഒരു ഭക്തന് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തന്നെയും ആ ഭക്തനോട് എന്തെങ്കിലും നീരസം തോന്നുകയാണെങ്കിൽ ആ കൊടുത്ത ഭാഗ്യം ഇല്ലാതാക്കി കളയും. എന്നാൽ ഈ വരാഹമൂർത്തി അങ്ങനെയല്ല. സർക്കാർ ഉദ്യോഗം ലഭിക്കുന്നതിനുള്ള ഭാഗ്യം പോലുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള നാട്ടുകാർക്ക് അനുഭവമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രക്കുളത്തിൻ്റെയും വടക്ക് പടിഞ്ഞാറായിട്ട് മിത്രാനന്തപുരം എന്ന ഒരു ക്ഷേത്രവുമുണ്ട്. അവിടെ ശ്രീ പരമേശ്വരന് ജലധാര നടത്തുന്നതിന് വേണ്ടിയ ജലം ലഭിക്കുന്നതിന് വേണ്ടി വിഷ്ണു ഭഗവാൻ വരാഹരൂപത്തിൽ വന്ന് ഒരു കുളം കുഴിച്ചു. ഈ കുളം അറിയപ്പെടുന്നത് പന്നി കുഴിച്ച കുളം എന്നാണ്. വരാഹം വന്ന് ആ കുളം കുഴിച്ച ശേഷം അവിടെ നിന്ന് പ്രത്യക്ഷനാവുകയും ഈ അമ്പലത്തിൽ വന്ന് പ്രത്യക്ഷനാവുകയും ചെയ്തു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് ഈ അമ്പലത്തിന് ശ്രീവരാഹമൂർത്തി ക്ഷേത്രം എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രക്കുളത്തിൻ്റെ വിസ്തീർണം ഏകദേശം 6 ഏക്കർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ വരാഹമൂർത്തി ക്ഷേത്രങ്ങൾ എണ്ണത്തിൽ വളരെ കുറവാണ്. ഈ ക്ഷേത്രത്തിലെ കുളത്തിൽ രാത്രി ദേവീദേവന്മാർ നീരാടാൻ വരാറുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏത് കാലാവസ്ഥയിലും ഇതിലെ ജലം സുലഭമായി തന്നെ കാണപ്പെടാറുണ്ട് എന്നാണ് ഇവിടെയുള്ള സ്ഥലവാസികൾ പറയുന്നത്. ശ്രീവരാഹം ക്ഷേത്രത്തിലെ കുളവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുളവുമായി ബന്ധമുണ്ടെന്ന് ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഓണാഘോഷത്തോടനുബന്ധിച്ച് പൂക്കള മത്സരം നടക്കുന്നത് ഈ ക്ഷേത്രക്കുളത്തിന് സമീപത്താണെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനേക്കാളും കൂടുതൽ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. ഭഗവാന്റെ മടിയിൽ ലക്ഷ്മീദേവി ഇരിക്കുന്നതായ ഈ അപൂർവ വിഗ്രഹം ഈ ക്ഷേത്രത്തിലല്ലാതെ വേറൊരു ക്ഷേത്രത്തിലും കാണാൻ പറ്റില്ല എന്നാണ് ജനസംസാരം. ഈ ക്ഷേത്രം ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം എന്നും ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രമെന്നും ഉള്ള പേരിലും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിന് കീഴിൽ തന്നെയാണ് ഈ ക്ഷേത്രം. ഇവിടെ ഉപദേവതകളായി ഗണപതി, ശ്രീകൃഷ്ണൻ, നാഗങ്ങൾ, യക്ഷി, രാക്ഷസൻ എന്നിവരും ഉണ്ട്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് എല്ലാ വർഷവും ഇവിടെ ഉത്സവം കൊണ്ടാടുന്നത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം വ്യാഴാഴ്ചയാണ്. ഈ ക്ഷേത്രക്കുളത്തിലെ മീനുകൾക്ക്
ഭക്തജനങ്ങൾ ഭക്ഷണം കൊടുക്കാറുമുണ്ട്.